VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡിൻ്റെ 38ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേരത്തെ 36ാമത്തെ സെഷനിൽ വിവരിച്ച പാർട്ട്ണർഷിപ്പിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ആ സെഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻറ്റ് വരെ പറഞ്ഞു നിർത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഈ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതായത് റിട്ടേൺ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് പാർട്ട്ണർഷിപ്പ് പ്രവർത്തിക്കുന്നത്. ആ എഗ്രിമെൻറ്റ് ഓറൽ ഓർ റിട്ടേൺ ആകാം. അതിൽ റിട്ടേൺ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് റിട്ടേൺ അല്ലെങ്കിൽ 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് നിഷ്കർഷിക്കുന്ന ചില നിയമങ്ങൾ പാലിക്കാൻ പാർട്ട്നേഴ്സ് ബാധ്യസ്ഥരാണ്. ആ റൂൾസ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തത് നിയമത്തിൽ അല്ലെങ്കിൽ ആക്ടിൽ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യേണ്ടത് ഈക്വലായിട്ടായിരിക്കണമെന്നാണ്. അതായത് എത്ര രൂപ ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഓരോ പാർട്ണർമാർ എന്നുള്ളത് പരിഗണിക്കാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് പാർട്ണർഷിപ്പ് ആക്ട് ആദ്യമായി പറയുന്നത്. രണ്ടാമത്തത് ഈ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളത് പല വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞതാണെങ്കിലും പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന ആരായാലും സോൾ ട്രേഡർ ആണെങ്കിൽ സോൾ ട്രേഡർ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരംഭത്തിൽ കൊണ്ടുവരുന്ന എന്തിനേയും ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇവിടെ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഓരോരുത്തരും പ്രത്യേകം ക്യാപിറ്റൽ കൊണ്ടുവരും. ആ ക്യാപിറ്റലിന് ചില അവസരങ്ങളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറയാറുണ്ട്. അത് ഡീഡിൽ പറയുകയാണെങ്കിൽ മാത്രം കൊടുക്കണം. അപ്പോൾ ഡീഡിൻ്റെ അഭാവത്തിലാണെങ്കിൽ ആ പാർട്ണർഷിപ്പിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ഒരു കാരണവശാലും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറയുന്നില്ല. അതുപോലെ ഡീഡിൽ പറഞ്ഞാലും പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ബിസിനസ്സിൽ, അതായത് ഒരു ബാങ്കിലോ മറ്റോ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനെ വിളിക്കുന്നു ക്യാപിറ്റൽ എന്ന്. ആ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. അതാണ് ആക്ട് പറയുന്നത്. അല്ലാതെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറയുന്നില്ല. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുവരണതിന് പകരം ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് പകരം ഒരാൾ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അയാൾ ആ ബാങ്കിൽ ആ എമൗണ്ട് ബാങ്കിൽ ഇടുന്നതിന് പകരം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അതുപോലെ പ്രോഫിറ്റിനുള്ള അർഹതയുള്ളത് പോലെ ഇയാൾക്കും ആ പ്രോഫിറ്റ് മാത്രം പോരാ, എന്നാൽ ഇൻട്രസ്റ്റും കൂടെ ക്യാപിറ്റലിന് കിട്ടണം എന്ന് എഗ്രിമെൻറ്റിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിട്ടേൺ എഗ്രിമെൻറ്റിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുകയാണെങ്കിൽ ആ അവസരത്തിൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് കൊടുക്കാം. പക്ഷേ ആക്ട് ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സാധാരണ ഈ ഇൻട്രസ്റ്റ് നമ്മൾ പറയുമ്പോൾ പാർട്ണർഷിപ്പിൽ രണ്ട് തരത്തിലാണ് ഇൻട്രസ്റ്റ് പറയാറ്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ, എന്താണ് ഡ്രോയിങ്സ് എന്നറിയാമെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പൈസ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ആ ക്യാപിറ്റൽ കൊണ്ടുവന്ന എമൗണ്ടിൽ നിന്ന് എത്ര എമൗണ്ട് ആയാലും എന്തായാലും വിത്ഡ്രോ ചെയ്താൽ അതാണ് ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് പകരം ഫേം പാർട്ണർമാർക്ക് അങ്ങോട്ട് കൊടുക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ണർമാർ ഫേമിന് കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡീഡിൽ പറഞ്ഞില്ല എങ്കിൽ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ബാധകമല്ല ഡീഡില്ലെങ്കിൽ. ഡീഡിൽ പറയുകയാണെങ്കിൽ, അതായത് റിട്ടേൺ എഗ്രിമെൻറ്റിൽ പറയുകയാണെങ്കിൽ കൊടുക്കാം. ആക്ട് ഒരിക്കലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ക്യാപിറ്റൽ കൂടാതെ ഏതെങ്കിലും പാർട്ണർമാർ ഫേമിന് ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ലോണായിട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത് എങ്കിൽ, അതായത് ബാങ്കിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഏതെങ്കിലും പാർട്ണർമാർ ഫേമിന് ലോണായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട്, അതിന് ലോണെന്ന് വിളിക്കാം. അതിന് തീർച്ചയായിട്ടും ഡീഡിൽ പറഞ്ഞാലും ഇല്ലേലും ആക്ട് പറയുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് 6% പെർ ആനം എന്നുള്ള റേറ്റിലാണ്. അതായത് ഒരു വർഷം 6% പലിശ ലോണായിട്ട് മേടിച്ചിരിക്കുകയാണെങ്കിൽ കൊടുത്തിരിക്കണം. ഡീഡിൻ്റെ അഭാവത്തിലാണ് ഞാൻ പറഞ്ഞത് ആക്ട് പറയുന്നു. അപ്പോൾ ഡീഡിൽ പറഞ്ഞാലും മിനിമം 6% ഇൻട്രസ്റ്റ് ലോണിന് കിട്ടണം പാർട്ണറിന്. അതുപോലെ തന്നെയാണ് സാധാരണ പാർട്ണർഷിപ്പിൽ നമ്മൾ സാലറി, കമ്മീഷൻ ഇതൊക്കെ കേൾക്കാറുണ്ട്. ആക്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുവാനായിട്ട് നിഷ്കർഷിക്കുന്നില്ല, പാർട്ണർഷിപ്പ് ആക്ട് 1932. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീഡിൽ അങ്ങനെ ഒരു കാര്യം, അതായത് ഇപ്പോൾ പാർട്ണർമാർ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കാരണം ആക്ടിങ് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിച്ചാൽ മതി, എന്നാൽ പാർട്ണറാണ്, പ്രോഫിറ്റ് ഷെയർ കിട്ടും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കാം. പക്ഷെ ആക്ട് ഒരു കാരണവശാലും ആ റെമ്യൂണറേഷനെ കുറിച്ച് പറയുന്നില്ല. ഡീഡിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സാലറിയോ കമ്മീഷനോ റെമ്യൂണറേഷനായിട്ട് പാർട്ണർക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. ഇനി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമ്മൾ അറിയാമല്ലോ, അതായത് വൺ മാൻ ബിസിനസ്സിലെ പോലെ തന്നെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ വൺ മാൻ ബിസിനസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബിസിനസ് ശരിയാണ്, ഫോം ഓഫ് ബിസിനസ് ആണെന്നേ ഉള്ളൂ രണ്ടും. ഇവിടെ ചില പ്രത്യേക ആസ്പെക്ട്സ്, അതായത് പാർട്ണർഷിപ്പിൽ പ്രത്യേകമായിട്ട് ചില ആസ്പെക്ട്സ് പരിഗണിച്ച് പോകണം. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആണല്ലോ നേരത്തെയും പറഞ്ഞു വരുന്നത്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ബിസിനസ്സിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ മുതൽ മുടക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരാളല്ല, ഇവിടെ 2ൽ കൂടുതൽ ആൾക്കാർ ചേർന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണല്ലോ പാർട്ണർഷിപ്പ് എന്ന് വിളിച്ചത്. അതുകൊണ്ട് 2ൽ കൂടുതൽ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ഉണ്ടാകും. ഓരോരുത്തർക്കും പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ആ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പോരാ. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇതൊരു അക്കൗണ്ടിൻ്റെ ഫോമാണ്. അതുകൊണ്ട് തന്നെ 2 സൈഡ് ഉണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ഈ പ്രത്യേകിച്ചുള്ള ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് എൻട്രി ചെയ്യേണ്ടത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് എൻട്രി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് പറയാം. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒരു നെറ്റ് ലോസ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഷെയർ, ഇത് ഇത്രയുമാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 2 എന്ന് പറഞ്ഞ് എഴുതേണ്ട ഐറ്റമാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. +1 +2 കുട്ടികൾക്ക് ബാധകമാണ്. ഇപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൽ നിന്നോ പ്രോഫിറ്റിൽ നിന്നോ വിഡ്രോവൽ നടക്കാം. ഇതിൽ 2ൽ നടന്നാലും ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ഈ ഡ്രോയിങ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യണം. പിന്നെ നെറ്റ് ലോസ് ആണെങ്കിലും ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കൊണ്ടുവരുന്ന എമൗണ്ട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റിലാണ് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നത്. മിക്കവാറും അല്ലെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്നായിരിക്കും എൻട്രി ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിൽ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഞാൻ നേരത്തെ ഈ ഡീഡിൽ പറയുന്നതെല്ലാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യാം. സാലറി ഓർ കമ്മീഷൻ കൊടുത്താൽ ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ
ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇവിടെ 2ൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് അത് അപ്രോപ്രിയേറ്റ് ചെയ്യണം, ആ പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പിന്നീടുള്ള വീഡിയോകളിൽ അതുണ്ടാകും. അപ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റും ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ചുരുക്കത്തിൽ നമ്മൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും പറയാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ, പാർട്ണർമാരിൽ നിന്ന് എന്തൊക്കെ ഫേമിന് കിട്ടണമോ, അല്ലെങ്കിൽ പാർട്ണർമാർ ഫേമിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോകുന്നു, ഈ ഡ്രോയിങ്സ് ഉൾപ്പെടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം പാർട്ണർമാർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അത് ഡെബിറ്റ് ചെയ്യുകയും ഫേം പാർട്ണർമാർക്ക് കൊടുക്കേണ്ടതായ ലയബിലിറ്റിയുള്ള, ഫേമിന് ലയബിലിറ്റിയുള്ള, ബാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. നമുക്കറിയാം അതൊരു ഇൻറ്റേർണൽ ലയബിലിറ്റി ആയിട്ടാണ് ക്യാപിറ്റലിനെ കൺസിഡർ ചെയ്യുക. കൊണ്ടുവന്ന എമൗണ്ട് സ്ഥാപനം എന്നായാലും പാർട്ണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ പാർട്ണർക്ക് കിട്ടേണ്ടതെല്ലാം, ഫേം കൊടുക്കേണ്ടതെല്ലാം ക്രെഡിറ്റ് ചെയ്യാം, തിരിച്ച് പാർട്ണറിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം ഡെബിറ്റ് ചെയ്യാം. ഏത് അക്കൗണ്ടിൽ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ചുരുക്കം മനസ്സിലാക്കിയിരുന്നാൽ എളുപ്പമായി. ഇനി ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ 2 മെത്തേഡുകൾ ഉപയോഗിച്ച് വരാറുണ്ട്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും 2 ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഇത് രണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരേ ഒരു ക്യാപിറ്റൽ, ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ഓരോ പാർട്ണർമാരുടെ പേരിലും ഓരോരോ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ അവർക്ക് കൊടുക്കേണ്ടതായ സാലറി, ഇൻട്രസ്റ്റ്, കമ്മീഷൻ ഇവയെല്ലാം ക്രെഡിറ്റ് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന വാക്ക്. അതായത് ക്യാപിറ്റൽ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ആദ്യം കൊണ്ടുവരുന്ന എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ബാലൻസിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ബാക്കി ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു പോകുമ്പോൾ ആ ക്യാപിറ്റൽ എമൗണ്ടിന് ഫ്ലക്ച്വേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിച്ചത്. ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, since the capital balances of the partners keep on changing or fluctuating from time to time, this method is known as fluctuating capital method. ഇതിനെ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നും അറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രൊഫോമ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓരോ പാർട്ണർക്കും പ്രത്യേകം വേണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ എൻട്രി ചെയ്യേണ്ടതെല്ലാം ആ അക്കൗണ്ടിൽ തന്നെ എൻട്രി ചെയ്യാം. ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ടതും ഞാൻ പറഞ്ഞു. ഇത് ബാലൻസ് ചെയ്തിട്ട് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് നോക്കണം. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ബാലൻസ് ആവാനാണ് സാധ്യത. കാരണം അവർ വന്നിരിക്കുന്ന എമൗണ്ട് ഉൾപ്പെടെ, പ്രോഫിറ്റ് ഉൾപ്പെടെ ക്രെഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടിയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എഴുതേണ്ടത്. പക്ഷേ ക്രെഡിറ്റ് ബാലൻസ് എന്നേ പറയുള്ളൂ. ഈ ക്രെഡിറ്റ് ബാലൻസ് ആണ് വീണ്ടും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ വരുന്നതും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകേണ്ടത്. അത് ഉടനെ ഇവിടെ തന്നെ ഈ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ഉൾപ്പെടെ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ കിട്ടേണ്ടതും കൊടുക്കേണ്ടതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എൻ്റർ ചെയ്യും. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ണർമാർക്കും 2 അക്കൗണ്ട് വീതം ഉണ്ടാകും. ഒന്ന് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു എൻട്രിയും കൂടെ ഡെബിറ്റിൽ വരാം. അത് ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുന്നെങ്കിൽ മാത്രം ആ എൻട്രി ഡെബിറ്റിൽ വരാം. ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നും വിഡ്രോ ചെയ്യാം, ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്യാം. ശ്രദ്ധിച്ചാൽ ഡ്രോയിങ്സ് 2 രീതിയിൽ നടക്കാം.
അതിൽ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് മാത്രമേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുള്ളൂ. അപ്പോൾ ഡെബിറ്റ് വരാനുള്ള ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ മാത്രം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പേര് പറഞ്ഞു ഞാൻ, കറണ്ട് അക്കൗണ്ട്. ഇതിലാദ്യം ഉൾക്കൊള്ളിക്കേണ്ടത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഓരോരുത്തരുടെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടിൽ കഴിഞ്ഞ കറണ്ട് അക്കൗണ്ടിലുള്ള ഓപ്പണിംഗ് ബാലൻസ്. അത് മിക്കവാറും ഞാൻ നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കേസ് പറഞ്ഞ പോലെ ക്രെഡിറ്റ് ബാലൻസ് തന്നെയായിരിക്കും. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രീവിയസ് കറണ്ട് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഷെയർ, ഇവയെല്ലാം ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്തതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്തതുപോലെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, ഇവയാണ്. അപ്പോൾ ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രവും ബാക്കി എല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു അക്കൗണ്ടായ കറണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്? എന്തുകൊണ്ടാണ് ആ മെത്തേഡിന് ആ പേര് വന്നതെന്ന് വെച്ചാൽ ആസ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പാർട്ണർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ പാർട്ട് ഓഫ് ദി ക്യാപിറ്റൽ ഈസ് വിത്ഡ്രോൺ ആസ് പെർ എഗ്രിമെൻറ്റ്. ഇപ്പോൾ എഗ്രിമെൻ്റ് പ്രകാരം ഈ പറഞ്ഞ പോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ക്യാപിറ്റൽ അക്കൗണ്ട് റിമൈൻസ് കോൺസ്റ്റൻറ്റ്, മാറാതെ ചേഞ്ച് ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ മെത്തേഡിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പേര് വന്നത്. ഇനി നമുക്കറിയാം ഏതൊരു അക്കൗണ്ട് ആയാലും ബാലൻസ് ചെയ്യും. നേരത്തെ ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് പറഞ്ഞു. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഈ പറഞ്ഞ പോലെ ഓരോരോ പാർട്ണർക്കും ഫേം തിരിച്ചു കൊടുക്കേണ്ടതായ എമൗണ്ടാണ്. ഫേം വേറെ, പാർട്ട്നേഴ്സ് വേറെ. അങ്ങനെ വരുമ്പോൾ ഓരോ പാർട്ണർക്കും കൊടുക്കേണ്ടതായ എമൗണ്ട് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചോളം ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതും. അത് ഫിക്സഡ് ക്യാപിറ്റൽ, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ ആ ബാലൻസ് ആയിരിക്കും. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് കറണ്ട് അക്കൗണ്ടും. ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഈ പറഞ്ഞ പോലെ ബാലൻസ് വരുന്നത് തന്നെ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോവൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ടോട്ടൽ ആ എമൗണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ എഴുതും, ലയബിലിറ്റി സൈഡിൽ തന്നെയാണ്. കൂടാതെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസിൽ വരുന്ന പ്രത്യേകത, കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് കറണ്ട് അക്കൗണ്ടിൽ വരണമെങ്കിൽ പാർട്ണർമാരിൽ നിന്ന് സ്ഥാപനത്തിന് കിട്ടേണ്ട എമൗണ്ടുകളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ആ ഡെബിറ്റ് ബാലൻസ് ആണ് ഡെബിറ്റ് സൈഡ് കൂടിയിരിക്കുകയാണെങ്കിൽ അത് ഫേവറബിൾ ആണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. അതായത് പാർട്ണർ ഫേമിന് കൊടുക്കാനുണ്ട് എന്നുള്ള കോൺസെപ്റ്റിൽ അത് അസറ്റ് സൈഡിൽ എഴുതും. സ്ഥാപനത്തിന് കിട്ടാനുള്ള എമൗണ്ട് എല്ലാം എഴുതുന്നത് അസറ്റ് സൈഡിലാണ്. നേരെ തിരിച്ചാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത്രയും എമൗണ്ട് സ്ഥാപനം ആ പാർട്ണർക്ക് കൊടുക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ബാലൻസ് കൂടാതെ അതും ലയബിലിറ്റി സൈഡിൽ തന്നെ എഴുതും കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ബാലൻസ് എന്താണെന്ന് അറിയണം, എന്തൊക്കെ ഡെബിറ്റ് ചെയ്യണം, എന്തൊക്കെ ക്രെഡിറ്റ് ചെയ്യണം എന്നറിയണം, എങ്ങനെയാണ് ബാലൻസ് കണ്ടെത്തേണ്ടത് എന്നറിയാം. ക്രെഡിറ്റ് സൈഡ് കൂടിയിരുന്നാൽ അത് ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് സൈഡ് കൂടിയിരുന്നാൽ അത് ഡെബിറ്റ് ബാലൻസ്. പല പ്രാവശ്യം പല ആവർത്തി ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലായാൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ ബാലൻസ് ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഡെബിറ്റ് സൈഡാണ് കാണിക്കുന്നതെങ്കിൽ അത് ഫേമിന് കിട്ടേണ്ടതായ എമൗണ്ട് ആണ്, അതുകൊണ്ട് അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ഈ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ച്
ഒരു മെത്തേഡ് പറയുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റിൻ്റെ അഭാവത്തിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇന്ന മെത്തേഡ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലോ എഗ്രിമെൻറ്റിലോ പറയുന്നുണ്ടെങ്കിൽ മാത്രം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻറ്റർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെ പാർട്ണർഷിപ്പിൻ്റെ മറ്റുള്ള പ്രത്യേകതകളിലേക്ക് കൂടെ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാം നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.